പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചെറിയൊരു ഇൻവെർട്ടറാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം ഒരുപാട് വിലയുള്ള ഇൻവെർട്ടർ അല്ല, ഒരു 2000 രൂപയ്ക്കകത്ത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കൊരു 2000 രൂപയ്ക്കകത്ത് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഇൻവെർട്ടറാണ്. അപ്പം ഇതിന് നമുക്ക് എന്തൊക്കെ കൊടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഉപയോഗങ്ങളെ പറ്റും. ഇതുപോലുള്ള ഒരു 4-5 LED ബൾബ്, അതായത് ഇതുപോലുള്ള ഒരു 10 വാട്ട്സിൻ്റെയൊക്കെ LED ബൾബ് ഒരു 4-5 എണ്ണം നമുക്ക് ഇതിൽ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അതുകൂടാതെ നമുക്ക് DVR, ഇപ്പോൾ ഒരു 4 ചാനലിൻ്റെ DVR ഒക്കെ നമുക്ക് ഇതിൽ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. സ്വന്തമായിട്ട് ചെയ്യാമെങ്കിൽ ഒരു 2000 രൂപയ്ക്കകത്ത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ക്യാബിൻ എന്ന് പറയുന്നത് നമ്മൾ 220 രൂപ കൊടുത്ത് നമ്മൾ മേടിച്ചൊരു ക്യാബിനാണ്. അപ്പം ഇതിൽ ഇപ്പം മെയിൻസ് ഓണ്, ചാർജിങ് ഓണ്, ഇൻവെർട്ടർ ഓണ്, ഇവിടെ ഓവർലോഡ്, ലോ ബാറ്ററി എന്ന് നമുക്ക് കാണാം. അപ്പോൾ മെയിൻസ് ഓണ് നമുക്ക് ഇതിൻ്റെ ഈ ഒരു പ്ലഗ് ഉണ്ട്. അപ്പോൾ ഈ പ്ലഗ് നമ്മൾ കറണ്ടുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻസ് ഓണാകും. അപ്പോൾ ഇത് ഓണായി കാണിച്ചു തരാം. ഈ ഒരു പവർ ബട്ടൺ ഓണായി കഴിഞ്ഞാൽ നമ്മൾ ഇൻവെർട്ടർ ഓണായി, ആ ബൾബ് തെളിയും, ആ ബൾബ് വർക്കാവും. അപ്പോൾ ഈ ഒരു ബൾബ് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നമുക്കൊരു 32 ഇഞ്ചിൻ്റെ TV, ഒരു വൈഫൈ മോഡൊക്കെ നമുക്ക് ഇതിൽ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള വില മാത്രമേ ആവുന്നുള്ളൂ. അപ്പോൾ ഇതിൽ വരുന്ന ബോർഡെന്ന് പറയുമ്പോഴത്തേക്കും ഇതുപോലുള്ളൊരു ബോർഡാണ് ഇതിൽ വരുന്നത്. ഈ ഒരു ബോർഡാണ് ഇതിൽ വരുന്നത്. ബാറ്ററി ആയിരുന്നാലും 7Hൻ്റെ നമ്മുടെ UPSലൊക്കെ വരുന്ന ടൈപ്പ് ബാറ്ററിയാണ്. അപ്പോൾ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞില്ല. 7Hൻ്റെ UPS ബാറ്ററിയാണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ പുതിയതായിട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പുതിയ ബാറ്ററി തന്നെ ചെയ്യും. അപ്പം ബാറ്ററി മേടിക്കുമ്പോഴത്തേക്കും നമുക്ക് 1 വർഷത്തെ വാറൻറ്റിയൊക്കെ കിട്ടും. 1 വർഷം 6 മാസമൊക്കെ നമുക്ക് വാറൻറ്റി കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ആമസോണിൽ ഈ ഒരു ബോർഡ് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഈ ഒരു ബോർഡ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് LED ബൾബൊക്കെ കണക്ട് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ബോർഡ് വരണത്. അപ്പോൾ ഞാനതിന് LED ബൾബൊക്കെ നമ്മൾ അഴിച്ചെടുത്തിട്ട് നമ്മൾ പ്രത്യേകം ഇതുപോലെല്ലാം കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ LED ബൾബ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട്. അതുപോലെ തന്നെ നമുക്ക് സോളാർ പാനലിൻ്റെയൊക്കെ കണക്ഷൻ കൊടുക്കുന്നതിനായിട്ട് ഈ ഭാഗത്ത് നിന്ന് നമ്മൾ വയർ സോൾഡർ ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഇതിൻ്റെ പുറകു വശത്തായിട്ട് കാണാം. ഈ പുറകു വശത്തായിട്ട് നമ്മൾ DC പോർട്ട് ഇട്ടിട്ടുണ്ട്. സോളാർ പാനൽ കണക്ട് ചെയ്യാനും 12 വോൾട്ട് ഔട്ട് എടുക്കാനും. അപ്പോൾ ഇത് നമ്മൾ AC ഔട്ട് എടുക്കാനാണ്. അപ്പം നമുക്ക് 12 വോൾട്ടിൻ്റെ വർക്ക് ചെയ്യുന്ന നമുക്ക് DVR കണക്ട് ചെയ്യാം, അതുപോലെ തന്നെ മോഡം കണക്ട് ചെയ്യാം. അപ്പം നമുക്ക് ഈ 2000 രൂപയ്ക്കകത്ത് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞിനൊരു ഇൻവെർട്ടറാണ്. അപ്പോൾ ഇത് എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടി ചെയ്തതാണ്. അവിടെ ഒരു 4 ബൾബ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഒരു കടയിലത്തേക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തത്. അപ്പോൾ ഈ ബാറ്ററി നമുക്ക് പുതിയത് കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് പഴയ ബാറ്ററി വെച്ച് സെറ്റ് ചെയ്ത് ചെറിയൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതിലിനി നമ്മളിതിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യും. അപ്പോൾ അതിൽ നമുക്ക് TV ഒക്കെ വർക്കാവുന്നതും അതുപോലെ തന്നെ മോഡം വർക്ക് ചെയ്യിപ്പിക്കാം, അതുപോലെ തന്നെ നമുക്ക് DVR ഒക്കെ കൊടുത്ത് വർക്ക് ചെയ്യുന്ന എല്ലാം കാണിക്കാം. അത് തന്നെ ഇത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്നും ഞാൻ ജസ്റ്റ് കാണിക്കാം. അപ്പോൾ നമ്മൾ മെയിൻസിൽ കൊടുത്തപ്പോഴത്തേക്കും അപ്പോൾ ഇവിടെ ഒരു മെയിൻസ് എന്നെഴുതിക്കുന്ന ഭാഗത്ത് ഒരു LED ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്ററി ചാർജ് ആവുന്നത് കൊണ്ടും ഇപ്പം ഡയറക്റ്റ് കറണ്ടിലുമാണ് ഈ ബൾബ് വർക്കാവുന്നത്. അപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ ബാറ്ററിയിൽ നിന്നും എടുക്കുകയുള്ളൂ, പവർ എടുത്ത് നമുക്ക് ഇൻവെർട്ടർ ഓൺ ആവുകയുള്ളൂ. കാരണം എന്താ, ഇവിടെ ഈ ഇൻവെർട്ടറിൻ്റെ ഭാഗത്ത് ലൈറ്റ് ഇപ്പോൾ ഓഫായി കിടക്കുകയാണ്. ഇൻവെർട്ടറിൻ്റെ ഈ ഭാഗത്ത് ലൈറ്റ് ഓഫായി കിടക്കുകയാണ്. അപ്പോൾ അത് ഒന്ന് നമുക്ക് കറണ്ട് പോകുമ്പോഴത്തേക്ക് ഇപ്പോൾ ഈ പ്ലഗ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻസ് ഓഫായിട്ട് ഇൻവെർട്ടർ ലൈറ്റ് ഓണായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വർക്കൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. സ്വന്തമായിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ ഒരു 2000 രൂപയ്ക്കകത്ത് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ക്യാബിനറ്റ് 220 രൂപയാണ്. അപ്പോൾ ഈ ഒരു ബോർഡ് വരുന്നത്
നമുക്ക് ആമസോണിലൊക്കെ ഉണ്ട് 600-700 രൂപ വരും. അപ്പോൾ ഈ ബാറ്ററിയും ആ ഒരു പ്രൈസാണ് പറഞ്ഞത്, 600-700ഒക്കെയാണ് പറഞ്ഞത്. ഇതിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇതിലൊക്കെ കറക്റ്റായിട്ട് എന്തൊക്കെ വർക്ക് ആകുമെന്നെല്ലാം ഉള്ള ഒരു വീഡിയോയും കൂടി ചെയ്തതായിരിക്കും.